അതെ, രാവിലെ നടന്ന സംഭവത്തില് സുരഭിയുടെ ഭാഗത്താണ് ന്യായമെന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും അമ്മ അത് അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. എന്തായിരുന്നാലും സുരഭി ഒന്ന് കരുതിയിരുന്നോണം. സുരഭിയെ വഴക്ക് പറയാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ആ ഗ്ലാസ് പൊട്ടിയപ്പോഴേ അമ്മയുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഓ, വല്ലാത്തൊരു സൈക്കിക് റിയാക്ഷൻ. രണ്ടും കൂടെ പറഞ്ഞു അമ്മയെ മാടമ്പള്ളിയിലെ മനോരോഗിയാക്കൂ. ഇത് അതിനുള്ളൊന്നും ഇല്ലെന്നേ. ഇത് കൂടിപ്പോയി ഒറ്റ ദിവസം തീരാവുന്ന വാശി അമ്മയ്ക്കോ. അങ്ങനെ ഒറ്റ ദിവസം ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വാശി തീരാൻ എനിക്ക് എങ്ങനെയും വഴക്ക് കേൾപ്പിച്ചു തരണം. ആ, അത് അമ്മ തന്നെ പറയുകയും വേണം. അമ്മ അല്ല, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി. എന്തോ എനിക്കങ്ങനെ തോന്നണില്ല. ആണെന്നാ അണ്ണൊരു കാര്യം അറിയുമോ? ഈ മരുമക്കളോട് പിണക്കുള്ള ഏതൊരു അമ്മയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അറിയുമോ? അവിടെ മകൻ ഈ മരുമക്കളെ വഴക്ക് പറയുന്നത്. ഓ, അങ്ങനെ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ അണ്ണ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാവില്ല. എന്റെ പൊന്നു സുരഭി, താൻ പറഞ്ഞ എന്ത് മണ്ടത്തരവാ. അങ്ങനെ ഒരു അമ്മമാരും ലോകത്ത് ചിന്തിക്കാൻ പോകുന്നില്ല. ആണോ? ബെറ്റുണ്ടാ? ബെറ്റാ? ആ, ബെറ്റെന്തിന്? ബെറ്റുണ്ട് 5000 രൂപയ്ക്ക് ബെറ്റുണ്ട്. ശരി. ഈ കാര്യത്തിന് എന്തിന് ബെറ്റൊക്കെ വെക്കണത്? നിങ്ങൾ ആരെങ്കിലും എന്നെ വഴക്ക് പറയുന്നത് അമ്മ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നോക്കിക്കോ. അതെ, ഒരു പക്ഷെ തിരിച്ചാണെങ്കിൽ സുരഭി എനിക്ക് 5000 രൂപ തരേണ്ടി വരും. ഞാൻ തരും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാക്ക് പറ്റരുത് കേട്ടോ. ഇല്ല, സുരഭിയുടെ വാക്ക് തന്നെ. ഓക്കെ ആണോ? ഓക്കെ. ചേട്ടാ, യു സ്റ്റാർട്ട്. ഞാൻ എന്തോ സ്റ്റാർട്ട് ചെയ്യേ? യു സ്റ്റാർട്ട്. ഞാൻ എന്തോന്ന് പറയാ, നീ പറ. എന്നാ പിന്നെ സുരഭി ഉണ്ടാക്കി ഏതെങ്കിലും കറി കൊള്ളത്തിലെന്നും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്നാലേ ആ സാമ്പാർ വെച്ച് പിടിച്ചോ. സുരഭി, നീയാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത്. ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ. ഹലോ, അഭിപ്രായം പറയാൻ വരട്ടെ. അങ്ങനെ സാമ്പാർ കൂട്ടി നോക്കിയില്ലോ. അല്ല, സാമ്പാർ കണ്ടാ അറിയാലോ അത് കഴിക്കാൻ കൊള്ളത്തില്ല. അതല്ലേ സാമ്പാർ കണ്ടാ തന്നെ അറിയാം കഴിക്കാൻ കൊള്ളത്തില്ലെന്നുള്ള കാര്യം. അല്ല, ഞാൻ ഉണ്ടാക്കിയതാണ് സാമ്പാർ. അല്ല, പ്രതീക്ഷ കുഞ്ഞ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുമല്ലോ മുത്തോണം ഉണ്ടാക്കുന്ന സാമ്പാർ സൂപ്പറാണെന്ന്. അതുപോലെ തന്നെ ഇന്നും ഉണ്ടാക്കിയത്. മുത്തോണനാണല്ലോ ഉണ്ടാക്കിയ. പിന്നല്ലാതെ. എന്നാ പിന്നെ തോരന് പിടി. അല്ല, തോരൻ കഴി. എന്തോ സുരഭി, നീയാണ് തോരൻ ഉണ്ടാക്കിയത്. ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. അല്ല, തോരന് ഞാനാണ് ഉണ്ടാക്കിയത്. അന്ന് ഏതൊക്കെ കറിയാ ഉണ്ടാക്കിയ? തോരൻ, അവിയല്, പിന്നെ സാമ്പാർ, ചോറ്, ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത് തന്നെ. ആണോ? പപ്പടം? അല്ല, അത് പപ്പടം ഞാനാ ഉണ്ടാക്കിയത് തന്നെ. പപ്പടത്തി പിടിച്ച. ആ, 2 പപ്പടം എടുത്തിട്ട് തന്നെ കഴിക്കാനല്ലോ പറ്റും. ഇതാണോ പപ്പടം? സുരഭി ഉണ്ടാക്കിയ പപ്പടം ഇങ്ങനെയാണോ ഇരിക്കുന്നത്? എന്തുവാണ് ഇതൊരു പപ്പടമാണോ? അത് എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുന്നത്? ചുട്ടോണ്ട് പോയിട്ടാ പപ്പടം. ഇല്ലേ വെച്ചമ്മ? പപ്പടം ഇങ്ങനെ നല്ല ഉണ്ടാക്കണ്ട. പപ്പടം ഉണ്ടാക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. പപ്പടമൊക്കെ നമ്മൾ പണ്ട് കഴിച്ചോണ്ടിരുന്ന ചേട്ടാ പപ്പടം. എന്റെ അമ്മ ഉണ്ടാക്കുന്ന പപ്പടം. ഓ, ആ പപ്പടമൊക്കെ ഉണ്ടല്ലോ അമ്മ, നല്ല ബോൾ പോലെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇതൊക്കെ എന്തോന്ന് പപ്പടമാടി. നിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ പപ്പടം ഉണ്ടാക്കുന്നത്? എടി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇവിടെ എന്തോന്നാ ശരിക്കും പണി? എന്തോന്ന് ഉന്നയത്? ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പപ്പടം എങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിലും ചോദിച്ചു പഠിച്ചുകൂടെ? ഏത് നേരവും വഴക്കുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അടികൂടുക, ഇത് തന്നെ. മോളെ, ഇതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. ഉദാഹരണത്തിന് ഈ ഗ്ലാസ് തന്നെ ഇരിക്കണം. ഇതിലൊക്കെ എന്തോരം പൊടിയാണ് ഇരിക്കുന്നത്. അല്ല, ഈ ഗ്ലാസ് കഴുകി വെച്ചത് ഞാനാണ്. എന്ത് സുരഭി, ഞാൻ ഇപ്പോഴും ചോദിക്കുക, തനിക്ക് ഇവിടെ ശരിക്കും എന്താ പണി? ഞാൻ രാവിലെ മുതൽ ഓങ്ങിയിരിക്കുക തന്റെ അടുത്ത്. താനെന്ന് രാവിലെ എന്റെ അമ്മ വഴക്ക് പറഞ്ഞല്ലേ? അപ്പം മോനെ ഇത് പറയണം, ഞാൻ ഒത്തിരിക്കുമായിരുന്നു. നിനക്ക് എന്ത് പണി ഇവിടെ പണിച്ചിരിക്കും? പറ. ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കും. ചേട്ടാ, അമ്മയുടെ മുഖത്ത് മാവ് വ്യത്യാസമൊന്നും വരുന്നില്ല. ബെറ്റ് നമ്മളെ ജയിച്ചു. 5000 കിട്ടി മോനെ.
എന്റെ പൊന്നു മക്കളെ രണ്ടുപേരും വയറ് നിറച്ചങ്ങ് കഴിക്കുക. വേണ്ട സുരവി, മനസ്സിലായല്ലോ. എനിക്ക് എന്തെങ്കിലും വന്നാലേ എന്റെ മക്കളുണ്ട് ചോദിക്കാൻ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് പറഞ്ഞ അങ്ങ് തുള്ളുവായിരുന്നു രാവിലെ മുതല്. അയ്യോടാ എന്റെ പൊന്നു മോനെ, ഏതാണ്ടോ തൊണ്ടയ്ക്ക് തടഞ്ഞിരുന്നത് അങ്ങ് ഇറങ്ങിപ്പോയ ഒരു സുഖം. കൊള്ളാം മുത്തു. ഓ ഇന്നിനി ഇവിടെ ഒന്നും വെക്കുന്നില്ല. റഹീം കാക്കയുടെ കടയിൽ നിന്ന് വൈകിട്ട് നല്ല ഉഗ്രം ബിരിയാണി എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ബിരിയാണിയാ? എല്ലാവർക്കും. എങ്ങനെയുണ്ട്? കോളടിച്ചല്ലേ? എങ്ങനെ ഇരിക്കണം? കയ്യിലുള്ള 5000 പോവുകയും ചെയ്തു, അമ്മയിലേയും കൂടെ പൈസ പോയി. സന്തോഷായില്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.